ഈ ടോക്സിക് വർക്ക് കൾച്ചർ എന്ന് പറയുന്ന ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ബിഹേവിയേഴ്സിനെ, നെഗറ്റീവായിട്ടുള്ള മറ്റു സ്വഭാവങ്ങളെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സ്വഭാവങ്ങളെ ഇനേബിൾ ചെയ്യുന്ന ഒരു വർക്ക് എൻവയൺമെന്റ് ആണ് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയൺമെന്റ് അല്ലെങ്കിൽ വർക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടോക്സിക് വർക്ക് കൾച്ചറുള്ള കമ്പനികളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള വർക്ക് കമ്പനികളിൽ എപ്പോഴും ഒരു എൻവയൺമെന്റിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. എംപ്ലോയീസിനോടുള്ള പെരുമാറ്റ രീതി വളരെ മോശമായിരിക്കും. എംപ്ലോയിയും ബോസും ഫ്രണ്ട്സും ചിലപ്പോൾ നമ്മുടെ മാനേജറും ഇവർ തമ്മിലുള്ള ഏതെങ്കിലും ഒരു ഡൈനാമിക്സിലെ റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആയിരിക്കും. അത്തരത്തിലുള്ള എൻവയോൺമെന്റ് ആണ് ഒരു ടോക്സിക് വർക്ക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് പ്രശ്നത്തിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ ഒരു പരിധി വരെ ഇതൊന്നും പ്രശ്നമായി വരാൻ സാധ്യതയില്ല. ചില ബിസിനസ്സുകൾക്ക് ചിലപ്പോൾ അത്തരത്തിലുള്ള ടോക്സിക് അല്ലെങ്കിലും കുറച്ച് എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ വേണ്ടി വരും. പക്ഷേ ഈ പറയുന്ന പോലെ ഇത് എപ്പോഴാണ് പ്രശ്നമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഇത് ഡെയിലി വർക്ക് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു പ്രഷർ കാരണം അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റിലെ റിലേഷൻഷിപ്പുകൾ കാരണം അയാൾക്ക് ഡെയിലി അയാൾക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അയാള് ഡിപ്രഷനിലാകുന്നു, അയാള് ആൻസൈറ്റി കൂടുന്നു, അയാൾക്ക് വറീസ് കൂടുന്നു, ടെൻഷൻ കൂടുന്നു. നിരന്തരമായിട്ട് എല്ലാ ദിവസവും കമ്പനിയെ പറ്റി ആലോചിക്കുമ്പോൾ, കമ്പനിയിലെ വർക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് ആവുന്നു, നിങ്ങൾക്ക് എസ്കേപ്പ് ആവാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും നിർത്തിയാൽ മതി എന്നുള്ള രീതിയിലുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു. വീണ്ടും കമ്പനിയിലെ വർക്കിലോട്ട് റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീക്കെൻഡ്സിൽ അവർ നിങ്ങളോട് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ വർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അതിന് വഴങ്ങുകയും നിങ്ങൾ അതിന് ഒരു തവണ വഴങ്ങി കഴിഞ്ഞാൽ അവരത് പിന്നെയും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരികയും നിങ്ങൾ ഒബ്വിയസ്ലി ഈ വർക്ക് തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ നിങ്ങൾ വർക്കിനെ ഹെയ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഹെയ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ വർക്ക് പ്ലേസ് ടോക്സിക് ആണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള റിലേഷൻഷിപ്പുകൾ ടോക്സിക് ആണെന്ന് തിരിച്ചറിയേണ്ടത്. പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് പ്ലേസിലെ ടോക്സിക് ആയിട്ടുള്ള ഡൈനാമിക്സ് ആണ്, അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയിൽ. കാരണം ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ച് ഞാനൊരു സെൻസേഷണൽ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒബ്വിയസ്ലി നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഈ ന്യൂസ് കവർ ചെയ്തിട്ടില്ല. കാരണം കവർ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇലക്ഷൻ പ്രമാണിച്ച് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ ഇപ്പോൾ ചാനലുകൾക്ക് സെൻസേഷണൽ ന്യൂസ് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾക്ക് ഇപ്പൊ നമ്മള് ഒരു ഹിന്ദി ആക്ടറിന്റെ അദ്ദേഹത്തിന്റെ ഒരു മരണം നമ്മൾ ഈ അടുത്തല്ല കുറച്ച് സമയമായി, എന്നാലും അത് നമ്മൾ എത്ര പെട്ടെന്ന് മറന്നു കളഞ്ഞു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാനിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് പ്ലേസിലെ ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ്. അങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ് പലരുമായിട്ട് ഉണ്ടാകുന്ന ഡൈനാമിക്സിനെ കുറിച്ചാണ് നമ്മുടെ വർക്ക് പ്ലേസിൽ. അപ്പോൾ വർക്ക് പ്ലേസിൽ ഒരുപക്ഷെ പവർ ഉണ്ടാകുന്ന ഒരാള്, അതായത് ഇപ്പോൾ നമ്മുടെ മാനേജർ, നമ്മുടെ ടീം ലീഡർ അല്ലെങ്കിൽ നമ്മുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ബോസ്, അങ്ങനെ ആരെങ്കിലും ആവട്ടെ, ഇതുപോലെ നമ്മുടെ സിഇഒ ആയിട്ടിരിക്കുന്ന ആള്, അത്തരം പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഇത്തരം പവർ കിട്ടുമ്പോൾ അവർക്ക് അതിന് താഴെയുള്ള ആൾക്കാരെ മിസ്യൂസ് ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ പവർ കയ്യിൽ കിട്ടിയാൽ മനുഷ്യന്റെ സ്വഭാവം മാറും എന്നുള്ളത് നമുക്കിപ്പോ വളരെ വ്യക്തമായിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിലും ഒക്കെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജോലിയിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജോലിയിലും ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റും വർക്ക് റിലേഷൻഷിപ്പുകളും ഉണ്ടാകും. നിങ്ങളുടെ മാനേജർ ആകട്ടെ, നിങ്ങളുടെ ബോസ് ആകട്ടെ, നിങ്ങളുടെ ടീം ലീഡർ ആകട്ടെ, ഇവരോടെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്ക് ഡൈനാമിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ പവർ പൊസിഷനിൽ ഇരിക്കുന്ന ഈ ആള് പവർ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും താഴെയുള്ള ആളിനെ അബ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാനും, അയാളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുക, അയാളെ കൺട്രോൾ ചെയ്യുക, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം പവർ കയ്യിലുള്ള ആൾക്കാർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. ഈ ഒരു 90% മനുഷ്യരും പവർ കയ്യിൽ കിട്ടിയാൽ അത് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ നമുക്കൊരു 10% അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ പവർ കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ നേരെ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ വർക്ക് പ്ലേസിൽ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ നമ്മുടെ ടീം ലീഡറോ നമ്മുടെ ബോസോ നമ്മുടെ മാനേജറോ ഇത്തരത്തിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുകയാണ്, ഒരു പക്ഷേ അവർ കൺട്രോൾ ചെയ്യുകയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി വിചാരിക്കുന്നത് അവർ നമ്മളെ എന്താ പറയുന്ന ആ ഒരു രീതി പാറ്റേൺസ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ നാളെയും പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ഞാൻ ഈ ജോലി വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ഒരു വരുമാനമില്ലാതെ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ ഈ ബോസ്
എന്റെ ബോസ് എന്നെക്കാളും ബെറ്റർ ആണ്, അല്ലെങ്കിൽ എന്റെ ടീം ലീഡർ എന്നെക്കാളും ബെറ്റർ ആണ്, അപ്പൊ അദ്ദേഹം പറയുന്ന അനുസരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ ഈ ജോലിയിൽ മുന്നോട്ട് പോകാൻ പറ്റും, എന്റെ നല്ല രീതിയിൽ കുടുംബം നോക്കാൻ പറ്റും. ഈ ജോലി കളഞ്ഞാൽ പിന്നെ എനിക്കൊന്നുമില്ല, എനിക്ക് വേറെ ഒരിടത്തും ജോലി കണ്ടെത്താൻ പറ്റില്ല, അല്ലെങ്കിൽ എത്രയോ നാളെ ഞാൻ ജോലി കണ്ടെത്താതിരുന്നു കഴിഞ്ഞാൽ എന്റെ വരുമാനമില്ലാതെ എന്റെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകും. ഇങ്ങനെ ഒരുപാടധികം കാരണങ്ങൾ നിങ്ങളെ വീണ്ടും ആ ജോലിയിൽ പിടിച്ചു നിർത്താനായിട്ട് കാരണമാകും. നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളില് ഈ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനെ പറയുന്ന എനേബിൾ ചെയ്യുന്ന രീതിയിൽ അതിനെ എന്താ പറയാ, അതിനെ നമ്മളൊരു നമ്മുടേതായിട്ടുള്ള ഒരു ന്യായീകരണം എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ ടോക്സിക് ആയിട്ടാണ് അനുഭവിക്കുന്നതെങ്കിലും, എന്ന് പറഞ്ഞാൽ ടോക്സിക് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അയാൾ വന്ന് ഫിസിക്കലി മർദ്ദിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഫിസിക്കൽ ആയിട്ടുള്ള ടോക്സിസിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള അബ്യൂസസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ അബ്യൂസ് ആണ്, അല്ലെങ്കിൽ മെന്റൽ ടോർച്ചറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മെന്റലി ടോർച്ചർ ചെയ്യപ്പെടുന്നത് എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡിപ്രഷൻ കൂടും, നിങ്ങൾക്ക് ആൻസൈറ്റി കൂടും, നിങ്ങൾക്ക് ജോലിയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. പവർ കയ്യിൽ കിട്ടുന്നവരുടെ ഒരു പൊതു സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അവർ പവർ കൈ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അധികാര മേഖലകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പൊ കൂടുതൽ പവർ കിട്ടുമ്പോൾ അവർ തൊട്ട് അടുത്തുള്ള ആൾക്കാരെ അതിനൊപ്പം വലിച്ചു കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മോണോപോളി അവിടെ സൃഷ്ടിക്കപ്പെടും. ഈ പവർ കൂടുതലുള്ള ഒരാള് അപ്പൊ താഴെയുള്ള ആളിനെ ഒരു മണ്ടനെ പോലെ, അല്ലെങ്കിൽ നീ എത്ര ബുദ്ധി ഇല്ലാത്തവനാണ്, നീ താഴെ കിടക്കേണ്ടവനാണ്, നീ താഴെ കിടക്കുന്നത് നീ മണ്ടനായതുകൊണ്ടാണ്, ഞാൻ മുകളിലോട്ട് പോകുന്നത് എനിക്ക് കൂടുതൽ ബുദ്ധിയുള്ളതാണ് കൊണ്ടാണ്, എനിക്ക് കഴിവുള്ളത് കൊണ്ടാണ് എന്ന് താഴെയുള്ള ആളിനെ ധരിപ്പിക്കുകയും ഈ താഴെയുള്ള ആളിനെ കൺട്രോൾ ചെയ്ത് ജോലിയെല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഒരു 50% എന്നുള്ള ഒരു നില മാറിയിട്ട് ഒരു 90% ജോലി നിങ്ങളും 10% 20% ജോലി നിങ്ങളുടെ ടീം ലീഡേഴ്സും ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് വരും. അത് മാത്രവുമല്ല, അവർ നിങ്ങളോട്, നിങ്ങളുടെ ഏതൊരു വർക്ക് റിലേഷനിലുള്ള ആൾ, നിങ്ങളുടെ ടീം ലീഡർ ആവട്ടെ, മാനേജർ ആവട്ടെ, നിങ്ങളുടെ വർക്കിലെ ഫ്രണ്ട് ആവട്ടെ, കൊളീഗ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആവട്ടെ, ഇവർ മറ്റുള്ളവരെ ഉപയോഗിച്ചും അവർ സ്വയവും നമ്മൾ വർക്ക് മീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കൃത്യമായിട്ട് ഡെഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെ പല രീതിയിൽ നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എത്രത്തോളം നല്ല വർക്ക് കമ്പനിക്ക് വേണ്ടി ചെയ്താലും ഈ നല്ല കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെടുകയോ അഡ്രസ് ചെയ്യപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്ട് അവിടെ നിന്ന് കിട്ടുകയോ ചെയ്യില്ല. അതിന് പകരം ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഓരോ നിങ്ങളുടെ പരിമിതികൾ, നിങ്ങൾ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരത് റിവ്യൂവിന് വിധേയമാക്കുന്നു. അവരത് ഡെഡ് ലൈൻസിനെ പറ്റിയിട്ട് അവർ ഒരു തവണ നിങ്ങൾ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ അവർ വലിയ പൊലിപ്പിച്ച് കാണിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി നിങ്ങളെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന, ഇന്ററോഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെസ്പെക്ട് കിട്ടുന്നില്ല. ഒരു എംപ്ലോയി എന്ന രീതിയിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു എൻവയൺമെന്റിലല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ആണ്. അവിടെ നമ്മൾ നിങ്ങളുടെ എംപ്ലോയർ ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിയേണ്ടത് നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്ന് ഉള്ളൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇതിലെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റാൻഡ് എടുക്കുക, നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക. എനിക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന മേഖലകൾ, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ വേറെ ഉണ്ടാവും, ഹെൽത്തി ആയിട്ടുള്ള കമ്പനികൾ വേറെ ഉണ്ടാവും. ആ കമ്പനികളിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്വയം പര്യാപ്തമാവുക. അതിന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ പറയുന്ന വ്യക്തിയുമായിട്ട്, നിങ്ങൾക്ക് കൺട്രോളിംഗ് ആണെന്ന് തോന്നുന്ന വ്യക്തിയുമായിട്ട്, അത്തരത്തിലുള്ള ടോക്സിക് പാറ്റേൺസ് കാണിക്കുന്നു എന്ന് നിങ്ങൾ തോന്നുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക. നിങ്ങൾ നെവർ അഫ്രൈഡ് ഫോർ നെവർ ഫിയർ ടു ഫൈറ്റ് യു ഫോർ യുവർ റൈറ്റ്സ് എന്നാണ്. നെവർ ഫിയർ ടു ഫൈറ്റ് ഫോർ യുവർ റൈറ്റ്സ് എന്നാണ്. നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുക. എപ്പോഴും നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറാവുക, നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറാവുക, നിങ്ങളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറാവുക, നിങ്ങളുടെ റൈറ്റ്സിനെ ലംഘിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുക. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ അവരെ അറിയിക്കുക, എനിക്ക് വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, എന്റെ ജോബും എന്റെ കരിയറും, ലൈക്ക് എന്റെ കരിയറും എന്റെ വ്യക്തി ജീവിതവുമായിട്ട് വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് എനിക്കുണ്ട്, അത് ലംഘിക്കാൻ പാടില്ല കമ്പനി. അത് മാത്രവുമല്ല,
എനിക്ക് ഈ വർക്ക് പ്ലേസിൽ അമിതമായിട്ട് വർക്ക് എടുക്കാനായിട്ട് സാധിക്കുകയില്ല, എനിക്ക് ഓവർ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അത് മാത്രമല്ല എന്നോടുള്ള പെരുമാറ്റവും എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നെ ഇത്തരത്തിലുള്ള 1, 2, 3, 4 പെരുമാറ്റങ്ങൾ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഇത്തരത്തിൽ പെരുമാറ്റം കമ്പനിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ആളിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ തുടരാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ അവരെ അറിയിക്കുക. നമുക്ക് അവരെ ഫോൺ ചെയ്ത് അവരുടെ നേരിട്ട് പറയണമെന്നൊന്നുമില്ല. നമുക്കിപ്പോ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ടീം മീറ്റിംഗിൽ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്ത് പറയാം, ഒരു മെയിൽ അയക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ നേരിട്ട് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയണമെന്നില്ല. നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു വില അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് എന്നോട് പെരുമാറിയില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കുക, എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധ്യമല്ല, ഞാൻ ഈ ജോലി ഉപേക്ഷിക്കും എന്ന് തന്നെ അവിടെ പറയും. ഞാൻ ഈ ടോക്സിക് വർക്ക് കൾച്ചർ എന്നുള്ള ടീം തന്നെ സെലക്ട് ചെയ്യാനായിട്ട് കാരണം 2022-2024 കാലയളവിൽ ഇന്ത്യയിൽ 120 സ്റ്റാർട്ടപ്പുകളിലായിട്ട് 34,000 പേരെയാണ് പറഞ്ഞുവിട്ടത്. ഈ പറഞ്ഞുവിട്ടത് റിസഷൻ കാരണമെന്നും എയുടെ കാരണം ജോലി നഷ്ടപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള പറഞ്ഞുവിടലുകൾ കഴിഞ്ഞിട്ട് തന്നെ വലിയൊരു ശതമാനം ആൾക്കാരും സ്വന്തം ജോലി വർക്ക് പ്രഷർ കാരണം അല്ലെങ്കിൽ ജോലിയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വിട്ടിട്ട് വന്നവരാണ്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളിവിടെ പല കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരത്തിലൊരു ബേസിക് ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പോലും അല്ലാത്ത ഒരുപാട് കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അതിന് മെയിനായിട്ടുള്ള കാരണം ഈ സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നതിനുള്ള കാരണവും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു എംപ്ലോയി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ആ ആളിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ ഉണ്ടാക്കിയതിനു ശേഷം ആ വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടത് പോയിന്റ് ബൈ പോയിന്റ് എഴുതി അയാളെ മനസ്സിലാക്കിച്ച് അയാളുടെ കയ്യിൽ കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറായിട്ടുള്ള വ്യക്തിക്ക് അയാൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിരന്തരമായിട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയായും. 1, 2, 3, 4, 5 ഈ ഒരു 5 പോയിന്റ്സ് നിങ്ങൾക്ക് ഡെയിലി ചെയ്താൽ മതിയാവും. നിങ്ങൾ ഡെയിലി ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരു വീക്ക്ലി നിങ്ങളുടെ ടാർഗറ്റ് ഇതിനകത്ത് വരുന്നതാണ്. നിങ്ങൾ അത്രയും കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. ഒരു ദിവസം അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കാര്യം നമ്മൾ കൊടുത്തതിന് ശേഷം ഓരോ ദിവസവും അവരെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഥവാ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നിങ്ങളുടെ പാർട്ണർ ആണെങ്കിലും അത് നിങ്ങളുടെ ബോസ് ആണെങ്കിലും മാനേജർ ആണെങ്കിലും ആ മാനേജറായി ഇരിക്കുന്ന പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആള് അയാൾ ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ് അല്ലെങ്കിൽ അയാൾ പണിയെടുക്കുന്നില്ല എന്ന് ഈ പണിയെടുക്കാൻ വന്ന ആൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വ്യക്തിക്ക് മോട്ടിവേറ്റഡ് ആവത്തില്ല. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണല്ലോ ഒരു മാനേജർ ഒരു ഇൻസ്പയർ പൊസിഷനിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നിങ്ങളോട് താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളോട് ഇൻസ്പിറേഷൻ തോന്നുന്നില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് മോട്ടിവേഷൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെന്യൂനിറ്റി ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഓണസ്റ്റ് ആയിട്ടല്ല ആ കാര്യം ചെയ്യുന്നത് എന്നുള്ളത്, അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. ഈ ഗിവ് റെസ്പെക്ട് എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. പവർ പൊസിഷനിൽ താഴെയുള്ള ആളിന് ആ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്ട് തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങളുടെ കമ്പനിയാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ഒരു ഔദാര്യമാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കരുത്. അയാൾ വന്ന് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് വേണം കാണാനായിട്ട്. അദ്ദേഹത്തെ പോലൊരു ആൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കമ്പനിയിൽ വരുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റാണ് ആ വ്യക്തി. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത് പ്രാവർത്തികമായിട്ട് കാണിക്കണം. ഓരോ ദിവസവും അയാളെ പോലെ പോയിട്ട് നിങ്ങളുടെ സമ്മർദ്ദങ്ങളെല്ലാം അയാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ തോന്നത്തില്ല. ഒബ്വിയസ്ലി എപ്പോഴും ഒരു വർക്ക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ബോസ് ഒരു എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ മാനേജർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ ഒരു റെസ്പെക്റ്റും ഒരു ഇമ്പോർട്ടൻസും വളരെ അത്യാവശ്യമാണ്. താഴെ വർക്ക് ചെയ്യുന്ന ആള് പവർ പൊസിഷനിലുള്ള ആളിന്റെ അയാൾക്ക് റെസ്പെക്ട് കിട്ടണം, അയാൾക്ക് ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോയി എന്ന് പറയാനായിട്ട് സാധിക്കൂ. ഇപ്പൊ ടോക്സിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിഷം എന്നാണ്. വിഷം എന്ന് പറയുന്ന സാധനം നമ്മൾ പിന്നെയും വാങ്ങിച്ച് കുടിക്കില്ലല്ലോ. നമ്മൾ ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വിഷമാണെന്ന്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഏതൊരു ബിസിനസ് സംബന്ധമായ ജോലി സംബന്ധമായ റിലേഷൻഷിപ്പിൽ ഈ ഒരു 50-50 ബാലൻസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരാൾ 90% വർക്ക് ചെയ്യും, മറ്റേ ആൾ 10% വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ 80% വർക്ക് ചെയ്യും, മറ്റേ ആൾ 20% വർക്ക് ചെയ്യും എന്നുള്ള ഡൈനാമിക്സ് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഡൈനാമിക്സ് അല്ല. എപ്പോഴും ഈ ഒരു 50-50 ഡൈനാമിക്സ് ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ പവർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളും നിങ്ങളെ പോലെ 50% വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു ആളായിരിക്കും. ഓൾവേസ് റിയാക്ട് ആൻഡ് റെസ്പോണ്ട് വെൻ യുവർ റൈറ്റ്സ് ആർ ബീയിങ്
ഡിനൈഡ്. ഇങ്ങനെ ഈ ഒരു വാർത്ത നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സിറ്റുവേഷൻ എന്താണ്, റിസഷനെ പറ്റിയിട്ട്, പിന്നെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മാധ്യമങ്ങളിൽ വരുന്നതിനെ പറ്റിയിട്ടും, അത് കാരണം ഇത്തരം വാർത്തകൾ ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്നതിനെ പറ്റിയിട്ട്. അപ്പൊ ഞാനിതിൽ ഈ ഒരു പെർസ്പെക്റ്റീവാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ടോക്സിക് റിലേഷൻഷിപ്പ് ഇൻ ദ വർക്ക് കൾച്ചർ, അല്ലെങ്കിൽ വർക്ക് പ്ലേസ്. അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വീണ്ടും വരാം. ഉടനെ നമുക്ക് വീണ്ടും കാണാം.